Good morning, teacher. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു കഴിച്ചല്ലേ? Okay. നമുക്ക് പ്രേയർ സ്റ്റാർട്ട് ചെയ്യാം. മാം പ്രയർ. കാരുണ്യ കൈവിളക്കായൊരു ജ്യോതിസെ നേരായ മാർഗം നീ കാട്ടേണമേ. ഇത്തിരി മുന്നോട്ടു പോകുവാനായെന്റെ ഉൾത്തിരിയൊന്നു കൊളുത്തേണമേ. കാണായവയ്ക്കെല്ലാം പിന്നിൽ പൊരുളായി കാണപ്പെടാതിരിക്കുവോരേ. ഞാനൊരു മൺതരി മാത്രമാണെങ്കിലും ന്യൂനമാമിവിടുത്തെ സൃഷ്ടിയല്ലോ. ഓക്കെ, സൈൻ ഇൻ ചെയ്യുന്നുണ്ടോ? സൈൻ ഇൻ റൈം ആണ്. വീൽസ് ഓഫ് ദി ബസ്. Wheels of the bus go round and round all through the town. The wipers of the bus go sis 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 all through the town. The horn of the bus goes beep 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 all through the town. The mamas in the bus go talk 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 all through the town. The papas in the bus go read 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 all through the town. The people in the bus go up and down all through the town. The children in the bus go ha 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 all through the town. The babies in the bus go beep 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 all through the town. The teacher in the bus goes sir 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 all through the town. Thank you. ഓക്കെ, തോട്ട് ഉണ്ടോ? Yes, Miss. Thought of the day. Believe in yourself and you will achieve great things. Thank you. ഓക്കെ, എന്തെങ്കിലും ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആക്ടിവിറ്റി ഇല്ല മിസ്സേ, ഇനി പുതിയ ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാം, നമുക്ക് എക്സാം എപ്പോഴാണെന്ന് അറിയുമോ? നമുക്ക് ഈ അടുത്ത് തന്നെ ഉണ്ടാവും. അടുത്ത മാസം എന്തായിരിക്കും ഉണ്ടാവായിരിക്കാം, നെക്സ്റ്റ് മന്ത്. ജിഷ മിസ് ഈ മന്ത് നെക്സ്റ്റ് വീക്ക് എന്നാണ് പറഞ്ഞത്. കാരണം നമുക്കിനി അപർണ മിസ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മാത്രമേ തീരാനുള്ളൂ, ബാക്കിയെല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. അതെ അല്ലേ? 16th എക്സാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞാ തോന്നുന്നു, കറക്റ്റ് അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാവുക. അവരുടെ എക്സാം ഈ അടുത്താണോ അല്ലെങ്കിൽ കഴിഞ്ഞോന്ന് അറിയില്ല. ഈ വീക്കിലാണോ കഴിഞ്ഞ വീക്കിലാണോ എന്ന് എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. പറയാം, എന്തായാലും നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരും, അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് പാർട്ട് 4ലേക്ക് പോകാം. എസ് ടീച്ചർ. ഒരു സെക്കൻഡ് കേട്ടോ.
ഓക്കെ, സ്കൂൾ മാനേജ്മെന്റ് കേട്ടോ. അതൊരു കാര്യം ചെയ്യാൻ, നിങ്ങൾ ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യാം, അതിനുശേഷം തമ്പ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടീച്ചർ പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 158, 158. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, ആൻസി ഒന്ന് റീഡ് ചെയ്തേ ഫസ്റ്റ് പാരഗ്രാഫ്. Unit 1, School Management. In the present condition, the standard teacher are elected to be gratitude. So the management awaits them to do office work also. Moreover, the KG teachers are tightly engaged in the class itself. They have to attend to the students com- com- comprehensively. Generally, they move less from the school hours, whereas the standard teachers are changing themselves according to the subject and have recreation periods also. So they should have to take part in the management. Their work of managing the school can be classified on the following grounds. Classroom management. Teacher, അത് വായിക്കണോ? വായിച്ചോളൂ. Classroom management, premise and building maintenance, office maintenance, canvassing and then discipline maintenance, part in function and meeting, communication, financial assistance. അപ്പൊ നമ്മള് ഈ പാർട്ട് 4 എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത്. സ്കൂൾ മാനേജ്മെന്റ് എങ്ങനെയാണ്, ഓഫീസ് മാനേജ്മെന്റ് എങ്ങനെയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതിന്റെ പ്ലാനിങ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ സ്കൂളിന്റെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്താണ്, അങ്ങനെ പിന്നെ ക്ലാസ് റൂമിന്റെ സ്ട്രക്ചർ എന്താണ്, അങ്ങനെ കുറേയധികം കാര്യങ്ങളാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എന്തൊക്കെ പദ്ധതികളാണ് അവിടെ ഉള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ട് 4 പഠിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. സ്കൂളിലെ മാനേജ്മെന്റിന്റെ കാര്യങ്ങള്, സ്കൂളിലെ ടീച്ചേഴ്സ്, അതുപോലെ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ കുട്ടികൾ, ഓക്കെ, നോൺ ടീച്ചിങ് സ്റ്റാഫുകള്, അങ്ങനെയുള്ള കുറേയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇൻ ദ പ്രസന്റ് കണ്ടീഷൻ, അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സും ഗ്രാജുവേറ്റ്സ് ആണ് അല്ലെ, നമുക്കറിയാം. അധികം എല്ലാവർക്കും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലേ നമ്മുടെ നാട്ടില്? ആലോചിച്ച് നോക്കിയേ, ഉണ്ടല്ലേ? യെസ്. അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളില്ല, തൊഴിൽ രഹിതരാണ് കൂടുതൽ അല്ലെ. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകതയാണ് തൊഴിലില്ലായ്മയുണ്ട് കൂടുതലായിട്ട്, അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പോ പക്ഷെ എല്ലാവർക്കും വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൂടുതലായിട്ടുണ്ട് താനും. അപ്പോ എല്ലാ ടീച്ചേഴ്സും, അതായത് ക്വാളിഫിക്കേഷൻ, അതായത് ടീച്ചേഴ്സ് ആയിട്ട് വരുന്ന എല്ലാ ടീച്ചേഴ്സിനും ഗ്രാജുവേഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ, അതായത് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ വെയിറ്റ് ചെയ്യുന്നേ? അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്ത് വർക്ക് ചെയ്യാനാ? ഓഫീസ് വർക്കുകൾ ചെയ്യാനായിട്ട്. സാധാരണ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കുക, അതാണ് അവരുടെ ഒരു പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് മാനേജ്മെന്റിന് ചില ആവശ്യങ്ങളുണ്ട് അവരെ കൊണ്ട്, അതായത് ഓഫീസ് വർക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗ്രാജുവേറ്റ്സ് ടീച്ചേഴ്സിനെയാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്? വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് പാരാഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, KG ടീച്ചേഴ്സ്, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പറയാമോ? KG ടീച്ചേഴ്സിന്റെ പ്രത്യേകത എന്താ? അവരുടെ ജോലി എളുപ്പമാണോ അല്ലെങ്കിൽ ടഫാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും.
ഉള്ള ആരെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ട്. ഈ എന്താണ് ജോലി, എങ്ങനെയാണ്? ഡിഫിക്കൽട്ട് ആണോ? ഞാൻ ഇതിന്റെ അല്ല, DLD-ന്റെ 1 to 4 സ്റ്റാൻഡേർഡ് വരെ. TTC കഴിഞ്ഞപ്പം 2 ആഴ്ച പോയായിരുന്നു. അപ്പൊ കുട്ടികളെ ഇങ്ങനെ ഇരുത്താനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പലരും പല രീതിയിൽ ഇങ്ങനെ അവരുടേതായ രീതിയിലോട്ടൊക്കെ മാറിയിരിക്കും. അടക്കി ഇരുത്താനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ആദ്യം. പിന്നെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ ആദ്യം അവരതിലോട്ട് കൊണ്ടുപോകണം. അവർക്ക് എന്തെങ്കിലും വരയ്ക്കാനും അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും വരയ്ക്കാനും എന്തെങ്കിലും കളികളോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഇരുത്തിയിട്ട് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തി നമ്മളെ ആ രീതിയിലൊക്കെ ആക്കി കൊണ്ടുവരുമ്പോ ഇരിക്കും, കുറച്ചുനേരമൊക്കെ ഇരിക്കും. എനിക്ക് കൂടുതൽ പഠിപ്പിക്കാനില്ലായിരുന്നു. ആക്ച്വലി ഞാൻ ചാർട്ട് വർക്ക് ജസ്റ്റ് കാണിക്കാനും അങ്ങനെയൊക്കെ കഥകൾ പറയുക അങ്ങനെയൊക്കെയായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിലൊന്നും പോയിട്ടില്ല. അങ്ങനെയായിരുന്നു. ചാർട്ട് വർക്കുകൾ അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കാണിച്ചു കൊടുക്കുക, അവരോടത് പറയാ, അത് ചോദിക്കുക, അങ്ങനെയൊക്കെ. ടീച്ചർ ഞാനും പോയിട്ടുണ്ട് ടീച്ചിങ് പ്രാക്ടീസിന്, LP UP. ടീച്ചർ KG-യിൽ നോക്കുമ്പോൾ KG-യിൽ അതേപോലെ ക്ലാസ്സിൽ തന്നെ കൃത്യമായി ഇടപെടുന്ന അവര് വിദ്യാർത്ഥികളെ സമഗ്രമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സാധാരണയായി അവർ സ്കൂൾ സമയങ്ങളിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ മാറുന്നുള്ളൂ. പിന്നെ അതേസമയം സ്റ്റാൻഡേർഡ് ടീച്ചർ എന്ന് പറയുമ്പോൾ വിഷയങ്ങൾക്കനുസരിച്ച് സ്വയം മാറുകയും വിനോദ കലാകാര്യങ്ങൾക്ക് അവർ നടത്തുകയും ചെയ്യുന്നു. അതാണ് എനിക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലായ. സാധാ ടീച്ചറും മറ്റേ KG അധ്യാപകരും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് നമുക്കറിയാം KG ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ടൈറ്റ് ആയിരിക്കും അവരുടെ ക്ലാസ്സിൽ, അല്ലെ? അവർക്കൊരു സെക്കൻഡ് പോലും മാറി നിൽക്കാനായിട്ട് സാധിക്കുമോ? കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ? വലിയ ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏത് സമയവും ഒരു അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം KG ടീച്ചേഴ്സ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെ? അതായത് കുഞ്ഞു കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. കുട്ടികൾ നമുക്കറിയാം അടങ്ങിയിരിക്കില്ല, അല്ലെ? ഏത് സമയവും വികൃതികൾ കാണിച്ചുകൊണ്ടിരിക്കും, ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അല്ലെ? അപ്പോ പിന്നെ അവരുടെ അറ്റൻഷൻ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോ നമ്മള് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് വേണം KG ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോ അവര് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, അല്ലെ? അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇവരുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. നമുക്കറിയാം ചില സ്കൂളുകളിൽ ഏർലി മോർണിംഗ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും, ഉച്ചയ്ക്ക് ശേഷം വിടുന്ന സ്കൂളുകളുണ്ട്. ഇനി മറ്റു ചില സ്കൂളുകളാണെങ്കിൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മണിക്കോ 3:30ക്കോ വിടുന്ന KG സ്കൂളുകളുണ്ട്. അപ്പൊ ആ ഒരു അത്രയും സമയമാണ് അവരുടെ വർക്കിംഗ് അവർ എങ്കിൽ കൂടിയും ആ ഒരു ക്ലാസ്സിലെ, അതായത് അവര് കൈകാര്യം ചെയ്യുന്ന ഒരു ക്ലാസ്സിലെ അവസാനത്തെ കുട്ടിയും വീട്ടിൽ പോകാതെ KG ടീച്ചേഴ്സിന് വീട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നില്ലെങ്കിൽ പാരന്റ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെ? അല്ലെങ്കിൽ വണ്ടി വരുന്നത് വരെ, സ്കൂൾ വണ്ടികൾ വരുന്നത് വരെ ആര് വെയിറ്റ് ചെയ്യേണ്ടി വരും? KG ടീച്ചർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവസാനത്തെ കുട്ടിയും പോയി കഴിഞ്ഞിട്ട് മാത്രമാണ് എന്ത് ചെയ്യുക, ടീച്ചേഴ്സിന് വീട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കാം. പക്ഷെ നിങ്ങൾ വലിയ ക്ലാസ്സിലെ ടീച്ചേഴ്സിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. എന്താണ് പ്രത്യേകത? ഇത്രയും ടൈറ്റ് ആണോ? അല്ലെങ്കിൽ അത്രയും സമയം നിൽക്കണോ? എന്താണ് അഭിപ്രായം? വേണ്ട, അല്ലെ? അതായത് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉയർന്ന ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ്, അല്ലെ? അപ്പോ അവർക്ക് അവരുടെ ടോപ്പിക് എന്താണ്, അവരുടെ വിഷയം എന്താണ്, അവരുടെ സബ്ജക്ട് എന്താണ്, അത് വന്ന് എടുത്തിട്ട് പോവുക എന്നുള്ളതാണ്. മറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നോക്കുമ്പോൾ, അല്ലെ, ഇപ്പൊ LKG ആയാലും അതുപോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ ആയാലും ഒരു ടീച്ചറാണ് ഉണ്ടാവുക, അല്ലെ? സാധാ സ്കൂളിൽ ഒരു ടീച്ചറാണ് ഉണ്ടാവുക. ആ ടീച്ചറെ എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യണം. പക്ഷെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഓരോ ടീച്ചേഴ്സിനും ഓരോ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ സബ്ജക്റ്റ് പഠിപ്പിക്കുക, പീരീഡ് കഴിയുമ്പോൾ തിരിച്ചു പോവുക. ഓക്കെ,
അപ്പൊ ഇവർക്ക് ചിലപ്പോൾ റിക്രിയേഷൻ പീരീഡ്, അതായത് ഫ്രീ പീരീഡുകളൊക്കെ ഉണ്ടാകും. പക്ഷെ KG ടീച്ചേഴ്സിന് അങ്ങനെയല്ല, അവർ ഫുൾ ടൈം ക്ലാസ്സിൽ എൻഗേജ്ഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ ഫ്രീ പീരീഡ് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് ആകുമ്പോൾ ഫ്രീ പീരീഡ്സ് ഉണ്ടാകും, അതിനനുസരിച്ച് അവർക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് KG ടീച്ചേഴ്സ് അവസാനത്തെ കുട്ടിയും പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന്റെ കാര്യം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് കുട്ടികള് എപ്പോഴാണോ ലോങ് ബെൽ അടിച്ച് കുട്ടികളെ പുറത്തേക്ക് വിടുന്നത്, ആ സമയം തന്നെ ടീച്ചേഴ്സും പുറത്തിറങ്ങുന്നത് കാണാം ഇല്ലേ. വലിയ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കുട്ടികളുടെ കൂടെ തന്നെ ബാഗുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? യെസ്. അപ്പൊ ഇത്തരത്തില് കുറച്ചധികം വ്യത്യാസങ്ങള് KG ടീച്ചേഴ്സും അതുപോലെ തന്നെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും തമ്മിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക്, അതായത് നമ്മൾ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ആസ്വദിച്ച് ചെയ്യാന്നുള്ളതാണ്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആണോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കൂടുതലായിട്ടുള്ള റിസർച്ചിന്റെയോ അല്ലെങ്കിൽ റഫറൻസിന്റെയൊക്കെ ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പക്ഷെ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് ആകുമ്പോൾ അവർക്ക് കുറച്ച് റഫറൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തതിനു ശേഷമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ അതും തമ്മിൽ എന്തുണ്ട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോ ബേസ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങള് KG ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ റഫറൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റെഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട്, അതായത് മാറുന്ന കരിക്കുലത്തിനനുസരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പോ നമുക്ക് കുറച്ച്, അതായത് ടൈം വെച്ച് നോക്കുവാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയാ ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഷെഡ്യൂൾ വെച്ച് നോക്കുവാണെങ്കിലും KG ടീച്ചേഴ്സിന് കുറച്ച് കൂടുതൽ ജോലി എടുക്കേണ്ടി വന്നിരുന്നാൽ കൂടിയും സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. അവര് വാങ്ങിക്കുന്ന സാലറി കൂടുതലായിരിക്കും അല്ലെ. KG ടീച്ചേഴ്സിന്റെ അവരെക്കാൾ ഉയർന്ന സാലറി സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് ഉണ്ടാവില്ലേ? അല്ലെ, അവരുടെ പേ സ്കെയിൽ വെച്ചിട്ട് വ്യത്യാസങ്ങൾ വരാം അല്ലെ. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും, അപ്പൊ ഏത് ജോലിയാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാരും, അതായത് നമ്മൾ എങ്ങനെയാണ് ആ ജോലി ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് അത് എൻജോയ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് ആ ക്ലാസ് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഒന്ന് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആണോ? പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, അതായത് ഈ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് ഫ്രീ പീരീഡ് വരും ചില സമയങ്ങളിൽ അല്ലെ. ചില ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിൽ വെറുതെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് കൊടുക്കാറുണ്ട്? ആ ടീച്ചേഴ്സിന് ഓഫീസ് വർക്കുകളും കൊടുക്കാറുണ്ട്. അതായത് ഓഫീസിലെ ഫയലുകൾ കൈകാര്യം ചെയ്യുക, അത് പരിശോധിക്കുക, അത് പ്രിൻസിപ്പളിന് കൈമാറുക അല്ലെ. അങ്ങനെയുള്ള ചില ജോലികളും കൂടി കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ പാരാഗ്രാഫില് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി സ്കൂൾ മാനേജ്മെന്റിന്റെ താഴെ പറയുന്ന രീതിയിൽ നമുക്ക് ഒരു ഫോളോവിങ് ഗ്രൗണ്ട്സിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് ആദ്യത്തേതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. എങ്ങനെയായിരിക്കണം ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് നടത്തേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത്? ഒന്ന് പറയാമോ? ആലോചിച്ചിട്ട് ഒന്ന് തിങ്ക് ചെയ്തേ. എന്തൊക്കെയാണ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്നത്? യൂണിഫോം, യൂണിഫോം വരുന്നുണ്ട് അല്ലെ. ഓക്കെ. പിന്നെ യൂണിഫോം മാത്രമാണോ ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്നത്? ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? ഡെസ്ക്, അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങള്. ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ സീറ്റിംഗ് അല്ലെ. സീറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണോ ക്ലാസ് റൂം മാനേജ്മെന്റില്?
ഇന്ന് പല ടീച്ചേഴ്സും ചെക്ക് ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് കുട്ടികളുടെ പൊസിഷൻ കറക്റ്റ് ആണോ, പോസ്റ്റർ കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടതുണ്ട് അല്ലെ. കുട്ടികൾ ഇരിക്കുന്ന രീതികളുണ്ട് അല്ലെ. ചില കുഞ്ഞുങ്ങൾ നേരെ ഇരിക്കുന്നത് കാണാം അല്ലെ, ഷോൾഡർ ഒക്കെ നേരെ വെച്ച് ഇരിക്കുന്നത് കാണാം, നട്ടലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം ഇരിക്കേണ്ടത് അല്ലെ. പക്ഷെ മറ്റു ചില കുട്ടികളാണെങ്കിൽ ചിലവരിങ്ങനെ കുമ്പിട്ടിരിക്കുന്നത് കാണാം. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് പുറത്ത് കൂനി വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ചില കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ തന്നെ ഇരുന്ന് ശീലിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അതായത് വരുന്ന ടീച്ചേഴ്സ് ഓരോരുത്തരും വ്യക്തമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ ഇതങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങള് സ്വാഭാവികമായിട്ട് കുനിഞ്ഞിരിക്കും. അപ്പൊ അവരുടെ പൊസിഷനിലും പോസ്റ്ററിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് ആണ്. ക്ലാസ് റൂം മാനേജ്മെന്റില് സീറ്റിംഗ് പ്രധാനമാണ് കേട്ടോ. അപ്പൊ പോസ്റ്റർ അല്ലെങ്കിൽ പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോ ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്? കുട്ടികൾ കറക്റ്റ് പൊസിഷനിലാണോ ഇരിക്കുന്നത്, കൃത്യമായിട്ടാണോ ഇരിക്കുന്നത് അല്ലെ. ചില നമുക്കറിയാം ടീച്ചേഴ്സ് വരുന്ന സമയത്ത് എല്ലാ ടീച്ചേഴ്സും ഒന്ന് നോക്കും, ഓവറോൾ ആ ക്ലാസ് റൂം ഒന്ന് നോക്കും. അപ്പൊ പല കുട്ടികളെയും ശ്രദ്ധിക്കാറുണ്ട്, അവര് നേരെയാണോ ഇരിക്കുന്നത്, എങ്ങനെയാണ് അവർ ചിലപ്പോൾ ചെരിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ഇരിക്കുന്നത്, ചിലപ്പോൾ വേറെ സ്ഥലത്തോട്ടൊക്കെ നോക്കിയിട്ടായിരിക്കാം ഇരിക്കുന്നത്. അപ്പോൾ നേരെ ഇരിക്കാനും കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കാനും കുട്ടികളോട് പറയാന്നുള്ളതാണ്. ഓക്കെ, അതാണ് സീറ്റിംഗ് കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റിൽ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ഡിസിപ്ലിൻ. എന്താണ് ഡിസിപ്ലിൻ? എങ്ങനെയാണ് ചെയ്യേണ്ടത് ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ വന്നു കഴിഞ്ഞാല്? ഡിസിപ്ലിൻ എങ്ങനെയാ? കുട്ടികൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ഡിസിപ്ലിൻ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ അലറിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ ഫസ്റ്റ് ശാന്തമാക്കിയിട്ടിരുത്തും. അതെ, കുട്ടികളെ അടക്കിയിരുത്തുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ടീച്ചർമാര് ക്ലാസ്സിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും അല്ലെ. നമ്മള് പഠിച്ചിരുന്ന സമയത്തും ഉണ്ടായിരുന്നു, നമ്മൾ പിന്നെ പഠിപ്പിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് ടീച്ചറായിട്ടുള്ള വ്യക്തി ക്ലാസ് റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് കുറച്ചെങ്കിലും ഒന്ന് ശാന്തമാവാം. എന്നിരുന്നാലും ചില കുട്ടികളൊന്നും അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ എന്താ പറയാ ഒച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവരെ അടക്കിയിരുത്താനായിട്ട് ശ്രമിക്കുക, ഡിസിപ്ലിനോട് കൂടി അവരെ അടക്കിയിരുത്തുക. ഓക്കെ, പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റിൽ തന്നെ വരുന്ന മറ്റൊരു പോയിന്റ് ആണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. എന്താണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ? ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയാണോ? ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്കും പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. ഭൂരിഭാഗം ടീച്ചേഴ്സും അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഓരോ കുട്ടിയെയും വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കുക, അതായത് ഓരോ കുട്ടിയെയും ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ കുട്ടിക്കും എന്തൊക്കെയാണ്, അതായത് ഓരോ കുട്ടിയുടെയും കഴിവുകൾ എന്തൊക്കെയാണ്, അവരുടെ കുറവുകൾ എന്തൊക്കെയാണ്, എന്താണ് ചെയ്യേണ്ടത്, അവരെ സൈലന്റ് ആയിട്ട് ഇരുത്താൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ മാറ്റാനായിട്ട് സാധിക്കുക ഇപ്പോൾ ഉള്ള നേച്ചറിൽ നിന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ കുട്ടിക്കും എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടില് 2 മക്കളുണ്ട്, നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിച്ചതാണ് അല്ലെ. 2 മക്കളുണ്ടെങ്കിൽ 2 പേർക്കും 2 തരത്തിലുള്ള സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അല്ലെ, അങ്ങനെ ആണോ? 2 പേർക്കും 2 ടൈപ്പ് രീതിയല്ലേ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എങ്ങനെയാ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നേ? ഓരോ കുട്ടിയും മനസ്സിലാക്കിയിട്ടല്ലേ. ചിലപ്പോൾ മൂത്ത കുട്ടിക്ക് ഇഷ്ടാവുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഇളയ കുട്ടിക്ക് ഇഷ്ടാവണം എന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തുക അല്ലെ. അപ്പോ ഇതുപോലെ തന്നെയാണ് അവിടെയും ചെയ്യേണ്ടത്. ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ 30 കുട്ടികൾക്കും വേണ്ടത്ര രീതിയിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ ക്ലാസ് റൂം കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളെ നല്ല രീതിയിലേക്ക് നയിക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് റൂം മാനേജ്മെന്റിൽ സീറ്റിംഗ് എന്ന് പറഞ്ഞ പോയിന്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസിപ്ലിൻ പറഞ്ഞു, അപ്പൊ മൂന്നാമത്തത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ പറഞ്ഞു. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് വർക്ക് ആണ് കേട്ടോ.
ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് വർക്ക് കൊടുക്കുക? എന്തെങ്കിലും ആക്ടിവിറ്റിയും കാര്യങ്ങളുണ്ടെങ്കിൽ കുട്ടികളെ ഗ്രൂപ്പായി തിരിച്ചിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുക്കാറുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കും. കാര്യങ്ങൾ എൻഗേജ് ആവുന്നവരെയും അല്ലാത്തവരെയും കൂടെ ആ ഒരു രീതിയിൽ ഗ്രൂപ്പ് തിരിച്ച് അങ്ങനെ. അതായത് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചു കൊടുക്കാറുണ്ട്. അതായത് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കും. അതായത് ചില കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ഭയമുള്ള കുട്ടികളുണ്ട് ഇല്ലേ? അതായത് കുട്ടികൾ ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. ചിലപ്പോ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് തന്നു കഴിഞ്ഞാല് ചിലപ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും, അയ്യോ ഇത് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇത് ടീച്ചർ പറഞ്ഞ സമയത്ത് എന്നെ കൊണ്ട് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു കുട്ടിയുടെ ആ ഒരു പേടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ വേറൊരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി അവരോട് കൂടി മിങ്കിൾ ചെയ്ത് ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാകും, കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രൂപ്പ് വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ക്ലീൻ ആൻഡ് നീറ്റ് ആണ് കേട്ടോ. എന്താണ് ക്ലീൻ ആൻഡ് നീറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡ്രസ്, കുട്ടികളുടെ ഡ്രസ്, കുട്ടികളുടെ ഡ്രസ്, ഹെയർ സ്റ്റൈൽ, ഹെയർ നോക്കാറുണ്ട്, നെയിൽ നോക്കാറുണ്ട്, നെയിൽ കട്ട് ചെയ്തിട്ടുണ്ടോ നോക്കാറുണ്ട്. ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുമ്പോ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്? ക്ലീൻ ആൻഡ് നീറ്റ് ക്ലാസിന്റെ ക്ലീനിങ് നോക്കാറുണ്ട്. ഡെസ്ക്, ബെഞ്ച്, പിന്നെ ബോർഡ് എല്ലാം ക്ലീൻ ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കാറുണ്ട്. ബ്ലാക്ക് ബോർഡ് എല്ലാം ക്ലീൻ ആണോ, കുട്ടികളെല്ലാം ടീച്ചേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ കുട്ടികൾ ക്ലാസ് ലീഡർ ആണെങ്കിൽ അവർ തന്നെ ചെയ്യാറുണ്ട്, എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അതായത് ക്ലാസ് റൂം ക്ലീൻ ആണോ എന്ന് ശ്രദ്ധിക്കുക. അതായത് ക്ലാസ് നല്ല രീതിയിൽ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടോ, അല്ലെ, നല്ല തൂത്തുവാരി അടിച്ച് വൃത്തിയാക്കിയിട്ടുള്ള ക്ലാസ് റൂം ആണോ എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ക്ലാസ് റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അത് ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എല്ലാ ടീച്ചേഴ്സും അത് ശ്രദ്ധിക്കാറുണ്ടോ ക്ലാസ് റൂമിൽ വരുന്ന സമയത്ത്? പറയാറുണ്ടോ? നിങ്ങൾക്ക് പരിചയമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? നമ്മള് പഠിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡേഴ്സിന് പിള്ളേർക്ക് തന്നെയായിരുന്നു ഇങ്ങനെയുള്ളൊരു റോള്. അതായത് ക്ലാസ് വൃത്തിയാക്കുക എന്നുള്ളത് കുട്ടികളുടെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഉള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ല ചെയ്യുക, അവിടെയുള്ള ആൾക്കാരുണ്ടാവില്ല, സെർവൻസിനെ വെച്ചിട്ട് അവരാണ് ചെയ്യുക. അപ്പൊ ടീച്ചേഴ്സ് ഇപ്പൊ കുട്ടികളോട് ചോദിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് യൂസേജ് ഓഫ് റിസോഴ്സസ് ആണ് കേട്ടോ. ക്ലാസ് റൂമിൽ എന്തൊക്കെ റിസോഴ്സുകളാണ് യൂസ് ചെയ്യുന്നത്? ചോക്ക്, ഡസ്റ്റ്ബിൻ, ബ്ലാക്ക് ബോർഡ്, പിന്നെ കുറേയധികം റിസോഴ്സുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ഡെസ്കുകള്, ടേബിള്, ബെഞ്ചുകള് അല്ലെ. അപ്പൊ പിന്നെ ഡസ്റ്ററുകള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്നു അല്ലെ, കുട്ടികൾക്ക് എഴുതി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഡെസ്കുകൾ അല്ലെ, കുട്ടികൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്, ബെഞ്ചുകൾ ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ടേബിള് ടീച്ചർക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ കുറേയധികം റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ടൈം ടേബിൾ ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വെറുതെ കേട്ട് പോവാണോ ചെയ്യുന്നത്? നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടൈം ടേബിൾ കേട്ടോ.
ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിന് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം ടേബിൾ. എങ്ങനെയാണ് ടൈം ടേബിൾ ഉണ്ടാവുക? എന്തൊക്കെ ടൈം ടേബിൾസ് ആണ് ഉണ്ടാവുന്നത് ഒരു ക്ലാസ്സിൽ? നമ്മൾക്ക് ഓരോ ദിവസം എടുക്കാൻ പോകുന്ന സബ്ജക്റ്റിന്റെ ഉണ്ടാവും, പിന്നെ ബ്രേക്ക് ടൈമിന്റെ ഉണ്ടാവും, ലഞ്ച് ബ്രേക്ക് ഇല്ലെങ്കിൽ എത്ര ബ്രേക്ക് ഉണ്ടാവോ അവരുടെ ടൈം അനുസരിച്ച് കൊടുക്കും. ഇപ്പൊ എന്റെ മോൾക്ക് എടുക്കുകയാണെങ്കിൽ 2 ബ്രേക്കാ ഉള്ളത്. പിന്നെ എത്ര പീരീഡ് ഉണ്ട് അതിന്റെ ഇതുണ്ടാവും. പിന്നെ ആ ഒരു ടൈം ടേബിളിലെ കുട്ടികൾക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവും, കളിക്കാനുള്ളൊരു സമയം ഉണ്ടാവും. യെസ്. അപ്പൊ ടൈം ടേബിൾ എന്ന് പറയുന്നത് എല്ലാ ക്ലാസ് റൂമിലും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം. ഓരോ ദിവസത്തെയും, ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും എന്തൊക്കെയാണ് വിഷയങ്ങൾ, എന്തൊക്കെയാണ് സമയത്ത് ഏത് ടീച്ചേഴ്സ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല ക്ലാസ് റൂമിന്റെ ഭിത്തിയിൽ, വോളിൽ ക്ലാസ്സിലെ ടൈം ടേബിൾ നിർബന്ധമായിട്ടും ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലേ? നമ്മളെല്ലാ ക്ലാസ് റൂമിലും കാണുന്ന ഒരു കാര്യമാണ് അല്ലെ? വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ടൈം ടേബിൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസ് റൂം നോംസ് ആണ്. എന്താണ് ക്ലാസ് റൂം നോംസ്? ക്ലാസ് റൂമിൽ പാലിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയായിരിക്കും? അത് കുട്ടികളാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്, കുട്ടികളെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? നല്ല നല്ല ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, അതായത് നല്ല റൂൾസ് ഫോളോ ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. അതായത് ടീച്ചേഴ്സ് വരുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് പറയാം. അതൊരു നല്ലൊരു റൂൾ അല്ലേ, നോമല്ലേ അത്? ഗുഡ് മോർണിംഗ് പറയുന്നേ അത് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അല്ലെ? ഇനി ടീച്ചേഴ്സ് പോകുന്ന സമയത്താണെങ്കിൽ താങ്ക് യു പറയാറുണ്ട്. അതും നല്ലൊരു റൂളാണ് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് കുട്ടികളെ എന്താ പറയാ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ മറ്റൊരു ഇതായിട്ട് വരുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ടീച്ചേഴ്സ് മൂവ്മെന്റ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ. ഈ ടീച്ചേഴ്സ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാമോ? ടീച്ചിങ് പ്രാക്ടീസിനെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. എന്താ ടീച്ചേഴ്സ് മൂവ്മെന്റ്? എനി ഐഡിയ? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ടീച്ചേഴ്സ് മൂവ്മെന്റ്. എന്താ? ഒരു പിടിയും കിട്ടുന്നില്ല. ടീച്ചേഴ്സ് മൂവ്മെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഹെഡിങ് എന്താ? അതിന്റെ മീനിങ് എന്താ മലയാളം? ടീച്ചേഴ്സ് ഓരോ പീരീഡും വരുന്നതിന്റെ ഇതാണോ മാം? ടീച്ചേഴ്സ് മൂവ്മെന്റ്, ടീച്ചേഴ്സിന്റെ ചലനങ്ങള് എങ്ങനെയാണ്? ഒരു ടീച്ചർ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് മൂവ്മെന്റ് വേണ്ടേ? ഒരു സെക്കൻഡ്. മിസ്, പറഞ്ഞോളൂ. അതായത് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ, പിന്നെ അതിനെങ്ങനെ മെച്ചപ്പെടുത്തണം, അതിന്റെ പ്രവർത്തനങ്ങള്, അതൊക്കെയല്ലേ ശ്രദ്ധിക്കുക? അതല്ല, ടീച്ചേഴ്സ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അതിന് അർത്ഥമുണ്ട്, മീനിങ് ഉണ്ട്. ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. അവകാശങ്ങളല്ലേ? എന്താണ് ബോർഡിൽ എഴുതുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ ടീച്ചറിന്റെ കയ്യ് അത് അങ്ങനെയൊക്കെയാണോ? ഇന്ന ആളെ വിളിക്കാൻ പോവും, കുട്ടിയോട് ചോദിക്കും എന്നൊക്കെയുള്ള കുട്ടികളുടെ ആ ഒരു ഏകദേശം. ഓക്കെ, സബിത ഏകദേശം ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രുതി എന്താ പറയുന്നേ?
അത് തന്നെയാ പറഞ്ഞത്. നമ്മള് ക്ലാസ് റൂമിൽ ഇപ്പൊ എന്ത് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും ഒക്കെ ടീച്ചറുടേതായിട്ടുള്ള ഒരു സ്റ്റൈലില് അത് കുട്ടികളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാനാണോ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മള് ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ സാധാരണ നമുക്കറിയാം, ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു, കയ്യിലൊരു ബുക്ക് ഉണ്ടാകും, പിന്നെ ചിലപ്പോ ഒരു വടി ഉണ്ടാകും, അല്ലെ? അങ്ങനെയായിരിക്കും ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നത്, അല്ലെ? ഓൾമോസ്റ്റ് ടീച്ചേഴ്സ് അങ്ങനെ തന്നെയല്ലേ വരുന്നേ, അല്ലെ? കയ്യിലൊരു ബുക്ക് ഉണ്ടാവില്ലേ, പിന്നെ ഒരു വടി ഉണ്ടാവും, വേണമെങ്കിൽ പിന്നെ ഒരു മാർക്കറും, അല്ലെ? അതൊക്കെ ഉണ്ടാവും കയ്യില്. അപ്പൊ വരുന്ന സമയത്ത് നമുക്കറിയാം ടീച്ചേഴ്സ് വരുമ്പോ ആ ഒരു എന്താ പറയാ, ബിഗിനിങ് ടൈമില് കുട്ടികളെ എണീറ്റ് നിന്നിട്ട് ഗുഡ് മോർണിംഗ് പറയും. അപ്പൊ ടീച്ചർ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് കുട്ടികളെ ഇരുത്തും. പിന്നെ ടീച്ചേഴ്സ് നേരെ പോകുന്നത് ചിലപ്പോ ടീച്ചറിന് അവിടെ ചെയർ ഇട്ടിട്ടുണ്ടാവും, ചെയറും ടേബിളും ഉണ്ടാകാം, അല്ലെ? അപ്പൊ ടീച്ചർ അവിടെ ചെന്നിരിക്കും. എന്നിട്ട് ചില ടീച്ചേഴ്സ് ഉണ്ട് ബുക്ക് നിവർത്തി വെക്കും. ബുക്ക് നിവർത്തി വെച്ചിട്ട് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യില്ല, അനങ്ങില്ല. ഈ ഒരു രീതി നല്ലതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല. അല്ല, അല്ലേ? എങ്ങനെയായിരിക്കണം അപ്പോ? ടീച്ചേഴ്സ് എപ്പോഴും കുട്ടികളെ ഫുള്ള് പ്രവർത്തനരഹിതരായിരിക്കണം. എന്താണ്? പ്രവർത്തനരഹിതരായിരിക്കണം, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട് ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് ആയിരിക്കും. അതായത് മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതെ, മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതെങ്ങനെയാ മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതായത് നമുക്കറിയാം, നമ്മൾക്ക് ഇപ്പൊ ഒരു ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒരു ക്ലാസ് റൂമില് യൂസ് ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള റിസോഴ്സസുകൾ ഉണ്ട്, അല്ലെ? ആ റിസോഴ്സസുകൾ വ്യക്തമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ടീച്ചർക്ക് ബ്ലാക്ക് ബോർഡ് കൊടുത്തിട്ടുണ്ടാകാം, അല്ലെ? അതുപോലെ തന്നെ ചില ടീച്ചേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ചാർട്ട് പേപ്പറുകൾ യൂസ് ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ അത്തരത്തിലുള്ള പല രീതിയിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് വേണം ക്ലാസ് റൂം മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലാസ് റൂം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോ ടീച്ചറിന്റെ രീതി എന്ന് പറയുന്നത്, ടീച്ചർ ക്ലാസ്സിൽ വരുന്നു, ചെയറിൽ ഇരിക്കുന്നു, ബുക്ക് നിവർത്തുന്നു, പഠിപ്പിക്കുന്നു. ആ ഒരു രീതി എന്ത് ചെയ്യരുത്, ഫോളോ ചെയ്യരുത്. ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ബോറടി തോന്നാനായിട്ട് അത് വഴിയൊരു, അല്ലെ? ഇപ്പൊ ബുക്ക് തുറന്നിട്ട് എന്താണ്, ജസ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ചിലപ്പോ ബോറടിക്കാം, ചിലപ്പോ ചിലവര് ഉറക്കം തൂങ്ങി വീഴാം, അല്ലെ? ഇവിടെ ടീച്ചർ എന്ത് ചെയ്യുന്നില്ല, റിസോഴ്സസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. എന്തിന്? ഇരിക്കുന്ന ചെയറിൽ നിന്ന് എണീക്കുന്നു കൂടിയില്ല, മൂവ്മെന്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാല്, ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം. ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒന്നാണ്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. ആ ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും കുട്ടികൾക്ക് മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടി ചില ടീച്ചേഴ്സിന് എന്ത് വേണം, ബുക്ക് കയ്യിലുണ്ടെങ്കിലാണ് ഒരു സമാധാനം ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ആ പൊസിഷൻ, അതായത് ടീച്ചറിന്റെ ആ പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുക. കുട്ടികൾക്ക്, അതായത് കൃത്യമായിട്ട് ക്ലാസ് റൂം എന്ന് പറയുന്നത്, നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിൽ കൃത്യമായിട്ട് സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ പഠിക്കും. ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കും അതുപോലെ ടീച്ചറിനും മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മളൊരു ക്ലാസ് റൂമിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, ഒരു ക്ലാസ് റൂം. അതിനകത്ത് ചിലപ്പോ 3 രീതിയിലായിരിക്കാം, അതായത് 3 സൈസ്. അതായത് ഞാൻ പറയാം, ചില ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ആൺകുട്ടികൾക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു ഏരിയ ഉണ്ടാവും, അല്ലെ? ആണോ? പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു ഏരിയ. അങ്ങനെ 2 സൈഡിലായിരിക്കും ചിലപ്പോ ഡെസ്കുകളും ബെഞ്ചുകളും ഇട്ടിരിക്കുന്നത്. ഇനി ചില ക്ലാസ് റൂമിലാണെങ്കിൽ 3 സൈഡിൽ ഉണ്ടാകും, അല്ലെ? ഒരു പോർഷൻ ലെഫ്റ്റ്, പിന്നെ മിഡില്, അതുപോലെ റൈറ്റ് സൈഡ്. അങ്ങനെ 3 ഇതിലുണ്ടാവും, കുട്ടികളുടെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച്. അപ്പോ ഇങ്ങനെ ഇടുമ്പോൾ ഇപ്പോ ഒരു ക്ലാസ് റൂമില് ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ബോയ്സ് ഇരിക്കുന്നു, റൈറ്റ് സൈഡിൽ ഗേൾസ് ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. കൃത്യമായിട്ട് നമുക്കറിയാം, അതായത് ഭിത്തിയോട് ചേർന്ന് നമ്മൾ ഡെസ്കും ബെഞ്ചുകളും ഇടാറുണ്ടോ? ഭിത്തിയോട് ചേർത്തിട്ട് ഇടാറുണ്ടോ? നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുന്നില്ല. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഇല്ലേ?
അതെ. രണ്ട് സൈഡിലും ബെഞ്ചുകളും ഡെസ്കുകളും ഇട്ടിട്ടുണ്ടെങ്കിൽ ഭിത്തിയോട് ചേർത്ത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ടീച്ചറിന്റെ ടേബിൾ അല്ലെങ്കിൽ ടീച്ചറിന്റെ ചെയർ മിഡിൽ പോർഷനിലായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാകും. അതായത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ബെഞ്ചുകൾക്കും ഡെസ്കുകൾക്കും മിഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും. ഇല്ലേ? ഇട്ടിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ബാക്കിൽ കുറച്ച് പോർഷൻ ബാക്കി ഉണ്ടാവില്ലേ? ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടിയുടെ ആ ഒരു ബെഞ്ചിന്റെ ഭാഗത്തായിട്ട് കുറച്ച് പോർഷൻ അവിടെയും ബാക്കി ഉണ്ടാവും. പിന്നെ ടീച്ചർ ഇരിക്കുന്നതിന്റെ, അതായത് ടീച്ചറിന്റെ ടേബിളിനോട് ചേർന്നിട്ടായിരിക്കും ഫസ്റ്റ് ബെഞ്ചിൽ കുട്ടികൾ വരുന്നേ? ആണോ? ടീച്ചറുടെ ടേബിൾ അല്ലേ, അതിനോട് ചേർന്നിട്ടായിരിക്കില്ല, അവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഇത്തരം ഗ്യാപ്പുകൾ എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തൂടെ? അവിടെയൊക്കെ ഫില്ല് ചെയ്തൂടെ? എന്തിനാ? ടീച്ചർ എല്ലാ കുട്ടികളുടെ അടുത്ത് എത്താൻ ചെയ്യാൻ വേണ്ടിട്ടാ. യെസ്, ടീച്ചേഴ്സിന്റെ മൂവ്മെന്റ്, അതായത് ടീച്ചറിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് അവിടെ ഇത്രയും ഗ്യാപ്പുകൾ, സ്ക്വയർ ഫീറ്റ് കണക്കാണ് കേട്ടോ അത്, ഗ്യാപ്പുകൾ ഇട്ടിരിക്കുന്നത്. അപ്പോ ടീച്ചറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കസേരയിൽ ഇരുന്ന് പഠിപ്പിക്കുന്നതല്ല, മറിച്ച് ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മൂവ്മെന്റ് ചെയ്തിട്ട് ഓരോ കുട്ടിയെയും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം ഗ്യാപ്പുകൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് മിസ് എല്ലാ സ്കൂളിലും ഇങ്ങനെ ഉണ്ടാവോ? ഇല്ലല്ലോ. എല്ലാ ഭൂരിഭാഗം സ്കൂളുകളിൽ ഇങ്ങനെ തന്നെയാണ്. അതെ, എന്റെ മോന്റെ സ്കൂളില് അങ്ങനെയില്ല, അങ്ങനെ ഗ്യാപ്പ് ഒന്നും വിട്ടിട്ടില്ല, അടുത്തടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഡെസ്കും ബെഞ്ചും ഒക്കെ. എന്നാലും ടീച്ചറിന് മൂവ് ചെയ്യാനുള്ള ആ ഒരു ഇത് അവിടെ ഉണ്ടാകും, ഏരിയ അവിടെ ഉണ്ടാകും. കുറച്ചുണ്ട് പ്ലേസ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനുള്ള ചെറിയ പ്ലേസ്. ഇപ്പൊ ഇനി പല സ്കൂളുകളിലും ഇനി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞാല് ഇൻഡിവിജ്വൽ ചെയേഴ്സ് ആണ്. അതായത് ഡെസ്കുകൾ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡെസ്കുകളും ബെഞ്ചുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇൻഡിവിജ്വൽ ചെയർ ആണ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലൂടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവർക്ക് പോസ്റ്റർ കറക്റ്റ് ചെയ്യാം, പിന്നെ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് എഴുതാം. ആ ഒരു രീതിയൊക്കെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, പഠിപ്പിക്കുമ്പോഴും മാം ഇപ്പൊ യു ഷേപ്പിലല്ലേ ഇരുത്തുന്നേ ഗവൺമെന്റ് സ്കൂളിലൊക്കെ? മറ്റേ യു ഷേപ്പിലാണ് ഇരുത്തുന്നത് കേട്ടോ. ഇപ്പൊ ബാക്ക് ബെഞ്ചേഴ്സ് വേണ്ടെന്നും പറഞ്ഞു. അതെ. അപ്പോ ടീച്ചർ മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് പഠിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മൂവ് ചെയ്യാം, അങ്ങോട്ടും കൂടെ മൂവ് ചെയ്തിട്ട് അവരെ പഠിപ്പിക്കുക. അപ്പൊ ഓരോ കുട്ടിയിലേക്കും നമ്മൾക്ക് അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ചില കുട്ടികൾക്ക്, അതായത് ചിലര് പേടിക്കുന്ന, ഇപ്പൊ നമ്മൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്, മാത്സിന്റെ ഒക്കെ പീരീഡ് ആകുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം തന്നു കഴിഞ്ഞാല് അത് ചെയ്യാനായിട്ട് പറയും. അപ്പൊ ടീച്ചർ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. സൈഡില് ഏറ്റവും അറ്റത്തിരിക്കുന്ന കുട്ടികളൊക്കെയാണ് കൂടുതൽ പേടിക്കുക. അതായത് ഫസ്റ്റ് അറ്റത്തിരിക്കുന്ന കുട്ടി, അതുപോലെ ലാസ്റ്റ് അറ്റത്തിരിക്കുന്ന കുട്ടി, അവരുടെ സൈഡിൽ വന്ന് ടീച്ചർ നിൽക്കും. അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിക്കും, കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പേടിച്ചിട്ടായിരിക്കും എഴുതുന്നേ, കാരണം ടീച്ചർ ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലേ. മിഡിൽ ഇരിക്കുന്ന കുട്ടികൾ ഭാഗ്യവാന്മാരാണ് എപ്പോഴും, കാരണം അധികം ശ്രദ്ധ അവരിലേക്ക് ചെല്ലില്ല, അല്ലെ? അപ്പോ അറ്റത്തിരിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതൽ എപ്പോഴും പേടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ നാളെ നാളെ ചിലപ്പോൾ എന്റെ തന്നെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക ഈ സമയത്ത്. അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യണം, ബാക്കിയുള്ള പോയിന്റ്സുകൾ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നാളെ ഒരു സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യാം. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് ഉണ്ട്, ഓഫീസ് മെയിൻ്റനൻസ് ഉണ്ട്, ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്, ഡിസിപ്ലിൻ, പാർട്ടിംഗ് ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഏതാണ് ചെയ്യുന്നേ? ടോപ്പിക് തന്നെ നിങ്ങൾ ചെയ്യോ? ഞാൻ പേര് പറയണോ? മിസ് ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് ആണോ? പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് നമ്മളത് ചെയ്യാം. ഓക്കെ, എല്ലാവരും നാളെ തന്നെ റെഡി ആയിക്കൊണ്ട് വരിക കേട്ടോ. ഓക്കെ, പിന്നെ ഓഫീസ് മെയിൻ്റനൻസ് അറസു ചെയ്യാം. ഓക്കെ മിസ്.
ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് ശ്രുതി ചെയ്യാം. മിസ്സേ ഞാൻ ഓഫീസിലാണ്, നാളെ കേറാൻ പറ്റുമോ ഉറപ്പുണ്ടാവില്ല. ഓക്കെ, അപ്പൊ വേറെ ആരും ചെയ്യാം? സബിത് ചെയ്യോ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്? ഓക്കെ മിസ്. ഓക്കെ. ഡിസിപ്ലിൻ മെയിൻ്റെനൻസ് ആരതി? ടീച്ചർ നാളെ ഞാൻ ചിലപ്പോഴേ കേറാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഒന്നും പറയാതിരുന്നു. ഞാൻ ചെയ്യാം. നാളെ മോളുടെ സ്കൂളിലൊന്ന് പോണം. ഓക്കെ, അപ്പൊ ജീന ചെയ്യും. പിന്നെ പാർട്ടിൻ ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ് ആരാ ചെയ്യാ? ഐഷ ചെയ്യാമോ? ഐഷ അസ്ലാം. ഓക്കെ. ദെൻ കമ്മ്യൂണിക്കേഷനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ആണ്. അത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചെയ്യാം കേട്ടോ. പറഞ്ഞവര് തന്നെ ആരെങ്കിലും 2 പേര് ചെയ്യാം. ഓക്കെ ആണോ? മിസ് ഇതിന് ഇൻട്രൊഡക്ഷൻ എഴുതാനല്ലേ? ഇൻട്രൊഡക്ഷൻ സെമിനാർ മാതിരിയാണോ? ഇൻട്രൊഡക്ഷൻ എഴുതാം, കൺക്ലൂഷൻ എഴുതാം, കണ്ടന്റ് എഴുതാം. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നാളെ കാണാം കേട്ടോ. ഒന്നില്ലെങ്കിൽ നാളെ ഞാൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ജോബ്സ്. എന്തായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരിക. മിക്കവാറും ഞാനാവാനാണ് സാധ്യത. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു മിസ്.